മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്ത് RS ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചു. ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. ലോകായുക്ത തീരുമാനം നിയമവിരുദ്ധമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാനദണ്ഡങ്ങൾ ലംഘിച്ച് രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയെന്ന ആരോപണമാണ് ശശികുമാർ പരാതിയായി ഉന്നയിച്ചിരുന്നത്. ആദ്യം ലോകായുക്തക്കാണ് ഈ ഒരു പരാതി നൽകിയിരുന്നത്. എന്നാൽ വിധി വൈകുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ലോകായുക്ത ഫുൾ ബെഞ്ച് RS ശശികുമാറിന്റെ ഹർജി തള്ളിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി RS ശശികുമാർ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ലോകായുക്ത മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉള്ള അധികാരമില്ല. മാത്രമല്ല, ദുരിതാശ്വാസ നിധി സ്വന്തം നിലയ്ക്ക് അവർക്ക് വകമാറ്റി ചെലവഴിക്കാൻ കഴിയുകയും സ്വന്തം നിലയ്ക്ക് കൈമാറാനോ കഴിയില്ല എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ലോകായുക്ത ഉത്തരവ് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ 18 മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമെതിരെയാണ് ഇത്തരത്തിലുള്ള പരാതി നൽകിയിരിക്കുന്നത്. തങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം, മരണപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്ക് അടക്കം ഇത്തരത്തിലുള്ള ഫണ്ട് കൈമാറിയത്, അതിൽ വലിയ തോതിലുള്ള അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് പ്രധാനമായും RS ശശികുമാർ ഉന്നയിക്കുകയും ചെയ്തത്. ഈ ഒരു ഹർജി പൂർണ്ണമായും തന്നെ ലോകായുക്ത തള്ളിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി RS ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.